PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ് ആയിട്ട് മാത്സ് സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ് എടുക്കുന്നത്. സർക്കിൾസിലെ ലാസ്റ്റ് സെഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. പേജ് നമ്പർ 67 കേട്ടോ. പേജ് നമ്പർ 67 നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആണ്. അതിൽ കുറച്ച് പടം വരെയാണ് നമുക്കുള്ളത്. നമ്മുടെ തിയറി നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതലും ഇതിൽ പടം വരയ്ക്കാനാണുള്ളത്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ചെയ്തേക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിൽ കുറച്ച് പ്രൂവിംഗ് ഉണ്ട് കേട്ടോ. ഇതില് ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കോഡ്സ് സർക്കിളിന്റെ ഉള്ളിൽ 3 രീതിയിൽ ഖണ്ഡിക്കുന്നുണ്ട് അല്ലെ. 3 രീതിയില് സർക്കിളിന്റെ ഉള്ളില് 2 കോഡ്സ് ഖണ്ഡിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ. 2 കോഡ്സ്, 2 ഞാനുകൾ ഇന്റർസെക്ട് ചെയ്യുക, ഖണ്ഡിക്കുന്നുണ്ട് പി എന്ന് പറയുന്ന പോയിന്റില്. ഒന്ന് നമ്മൾ എന്താ പറഞ്ഞത്, സർക്കിളിന്റെ 2 ഡയമീറ്റേഴ്സ്. പിന്നത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, സർക്കിളില് എവിടെയെങ്കിലും വേറെ 2 ഇത് അല്ലെ. പിന്നത്തെ നമ്മൾ പറഞ്ഞു സർക്കിളിന്റെ ഡയമീറ്ററും ഇങ്ങനെ വരണം അല്ലെ. PA into PB is equal to PC into PB. ഇത് രണ്ടും ഇതിന് വരുമ്പോ PA into PB is equal to PC സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതേ ഫോർമുല തന്നെയാണ് സർക്കിളിന്റെ പുറത്ത് 2 കോഡ്സ് ഇന്റർസെക്ട് ചെയ്യാണ്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എപ്പോഴും P തന്നെ കൊടുക്കാം. ഉള്ളിൽ 2 കൂടി മുട്ടി വീണ്ടും നമ്മൾ P അല്ലേ കൊടുത്തേ. അതുപോലെ തന്നെ 2 കോഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. AB എന്ന് പറയുന്ന ഈ ഞാനും CD എന്ന് പറയുന്ന ഈ ഞാനും, 2 ഞാനുകളെ നമ്മൾ എന്ത് ചെയ്തു, നീട്ടുകയാണ് കേട്ടോ. മറ്റേ നമ്മൾ 2 ഞാനുകളും ഉള്ളിലാണ്, 2 കോഡ്സ് ഉള്ളിൽ ഇന്റർസെക്ട് ചെയ്തു. ഇത് 2 കോഡ്സ് ഇങ്ങനെ നീണ്ടുപോയി. ഇവിടെ ഈ കോഡ്സ് ഇങ്ങനെ നീണ്ടുപോകുന്നു. രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് പി കിട്ടിയില്ലേ. ഇത്ര തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്താന്ന് നോക്കാം. AB and CD of the circle are extended to meet at P. മലയാളത്തിൽ എടുക്കാം ചോദ്യം. ചിത്രത്തിൽ ABCD എന്ന ഞാനുകൾ നീട്ടി P എന്ന ബിന്ദുവിലെ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട് എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ACBD ഇവ യോജിപ്പിച്ച് കിട്ടുന്ന APC PBD എന്നീ കോണുകൾ, എന്നീ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണ് തെളിയിക്കാൻ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ തെളിയിക്കാൻ പറ്റുന്നത് പറഞ്ഞത് എന്താണ്, പ്രൂവ് ദാറ്റ് ആംഗിൾ ഓഫ് APC ഇങ്ങനെ ഒരു ട്രയാംഗിൾ അല്ലെ. ഇതാണ് കേട്ടോ APC എന്നൊരു ട്രയാംഗിൾ എല്ലാവരും കാണുന്നില്ലേ. ഈ ട്രയാംഗിളും PBD അപ്പൊ ഇതിലൂടെ യോജിപ്പിക്കണം. 2 ട്രയാംഗിൾസ് എല്ലാവർക്കും കിട്ടിയോ. ഇതൊരു വലിയ ട്രയാംഗിളും ഇതൊരു ചെറിയ ട്രയാംഗിളും. ഈ 2 ട്രയാംഗിളുടെ ഫോംഡ് ബൈ ജോയിനിങ് AC and BD ആർ ദ സെയിം. ഇതിന്റെ എല്ലാത്തിന്റെയും ആംഗിൾസ്, കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കണം. എങ്ങനെയാണ് നമ്മൾ കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കാം. ഈ ട്രയാംഗിൾ, വലിയ ട്രയാംഗിൾ APC അതേപോലെ PBD, ഇതിലെ രണ്ടിലും ഏതാണ് തുല്യമാണെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയാ തുല്യമാവാം. ആംഗിൾ എക്ക് നമ്മൾ X കൊടുത്താൽ ഏതാ വരുന്നത്, അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതായിരിക്കും തുല്യം വരുന്നത്. ഇതിന് എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഈ ആംഗിൾ തുല്യമല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ ക്വാഡ്രിലാറ്ററലിന്റെ, നമ്മൾ കഴിഞ്ഞ സെറ്റിലെ കണക്കുകളൊക്കെ പഠിച്ചതാണ്. ഇതൊരു ക്വാഡ്രിലാറ്ററൽ, അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഇതാണ് അല്ലെ. ഈ എക്സ്റ്റീരിയർ ആംഗിൾ അതിന്റെ തൊട്ടടുത്തുള്ള ആംഗിൾ അല്ല കേട്ടോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇത് X ആണെങ്കിൽ 180 - X ആണ്. ഇവിടെ 180 - X ആണെങ്കിൽ ഇവിടെ നമുക്ക് X കിട്ടും. ഇതില്ലേ അതേ തിയറി തന്നെ ഇത് ഈ ക്വാഡ്രിലാറ്ററിന്റെ ഈ വശത്തെ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോ ഈ ആംഗിൾ Y കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആംഗിൾ ആയിരിക്കും Y. കാരണം നമ്മൾ പഠിച്ച അതേ തിയറി, നമ്മൾ ഈ തിയറി നമ്മൾ പഠിച്ചതാണ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഈ അഡ്ജസ്റ്റന്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അതിനാണ് ഈക്വൽ ആംഗിൾ. ഇതിന് അഡ്ജസ്റ്റന്റ് ആംഗിൾ എപ്പോഴും 180 - Y ആയിരിക്കും. ഇത് 180 - Y ആണെങ്കിൽ ഇതാണ് Y വരുന്നത് കേട്ടോ.
അപ്പൊ ഇതും ഇതും ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് ഇതും ഇതും ഈക്വൽ ആണ്. പിന്നെ ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. രണ്ട് ട്രയാങ്കിളിലും വലിയ ട്രയാങ്കിളിൽ ആംഗിൾ പി ഉണ്ട്, ചെറിയ ട്രയാങ്കിളിലും ആംഗിൾ പി ഉണ്ട്. അപ്പൊ രണ്ടും സെയിം ആയി. കിട്ടിയോ? മൂന്ന് ആംഗിൾസും തുല്യായില്ലേ? അതല്ലേ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഫോംഡ് ബൈ ജോയിനിങ് എ സി ആൻഡ് ബി സി ആർ സെയിം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാ ആംഗിൾസും തുല്യമാണ്. ഇനി നമ്മൾ എഴുതി വെക്കണം കേട്ടോ. എങ്ങനെയാ എഴുതി വെക്കാം? ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കാം ട്രയാങ്കിൾ എ സി പി. എ സി പി വലിയ ട്രയാങ്കിൾ അല്ലെ. ഇവിടെ നമ്മൾ എഴുതാം ട്രയാങ്കിൾ ഏതാ ചെറുത്? ബി ഡി പി. മനസ്സിലാവില്ലേ എല്ലാവർക്കും ട്രയാങ്കിൾ ഏതാന്ന് നോക്കിയേ? ഇതാണ് വലിയ ട്രയാങ്കിൾ, ഇതാണ് ചെറിയ ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ ആംഗിൾസ് നമ്മൾ ഈക്വൽ ആക്കാൻ നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിൽ തന്നെ ഈ ആംഗിൾ ഇതിലെ വലിയ ട്രയാങ്കിളിലെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിൽ ഏതാണ്? ഇതൊരു കഷ്ണമാണ് കേട്ടോ, ഫുൾ ആയിട്ട് എഴുതരുത്. ഡീന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഡി ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇതെങ്ങനെ എഴുതാം? ഈ ഒരു പീസിനെ നമ്മൾ എഴുതുന്നത് പി ഡി ബി അല്ലെങ്കിൽ ബി ഡി പി അല്ലെ. ആംഗിൾ ബി ഡി പി, ഡി നടുക്ക് വരണം കേട്ടോ, ബി ഡി പി. രണ്ട് ഈക്വൽ ആയില്ലേ? അടുത്ത നമ്മൾ ഇവിടെ എഴുതാം ആംഗിൾ സി. ഇതിലത്തെ വലിയതിലെ ആംഗിൾ സി ഈക്വൽ ടു ഇതല്ലേ വൈ. അപ്പൊ എങ്ങനെ എഴുതാം? ഡി ബി പി, ഡി ബി പി. കിട്ടിയോ? ഡി ബി പി കിട്ടി. എല്ലാവർക്കും മനസ്സിലായില്ലേ? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ബി പി കിട്ടി. Therefore, മൂന്നാമത്തെ ആംഗിൾ രണ്ട് ആംഗിൾ തുല്യമാണെങ്കിൽ എന്താണ്? ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. അതിനും കാരണം എഴുതാം. എന്താണ്? കോമൺ ആംഗിൾ, രണ്ടിലും പൊതു കോണാണെന്ന്. അപ്പൊ കാരണം കിട്ടിയോ? ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താൽ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി പി. കാരണം എഴുതണം കേട്ടോ, ഇവിടെ റീസൺ എഴുതണം, ഇവിടെയും റീസൺ എഴുതണം, ഇവിടെയും നമ്മൾ റീസൺ എഴുതണം. ഇതിലെന്താ റീസൺ എഴുതാം? ആംഗിൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി പി. കാരണം എന്താ പറയുന്നത്? ത്രികോണത്തിലെ ഒരു ത്രികോണത്തിന്റെ ബാഹ്യം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ എന്ന് പറയുന്നത് അതിന്റെ ആന്തര വിദൂര കോണിന് തുല്യമാണ് എന്ന്. The exterior angle is equal to the distant interior angle. കിട്ടി? ഇത് തന്നെയാണ് ഇതിന് വരുന്നത്. സെയിം റീസൺ തന്നെ കേട്ടോ. പക്ഷെ ഇതിന് മാത്രം ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് പറഞ്ഞാൽ പൊതു കോണാണ്, കോമൺ ആംഗിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും തുല്യമായി. രണ്ട് ട്രയാങ്കിൾസിലെ മൂന്ന് ആംഗിൾസും തുല്യമായി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ അവസാനിച്ചു കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറയാണ്. ഇപ്പൊ നമ്മൾ ആംഗിൾസ് എഴുതും കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ മാറ്റി കളയാത്ത മൂന്ന് ആംഗിൾസ് എഴുതി കഴിഞ്ഞു. പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിനെന്താ ചെയ്തത്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിക്കുക. നമ്മൾ തെളിയിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇത്രയാണ് നമ്മളോട് തെളിയിക്കാൻ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി ആണ് തെളിയിക്കണമെങ്കിൽ കോണുകളെ തന്നു, കോണുകൾ തെളിയിച്ചു. നമ്മൾ ആദ്യം കോണുകൾ കാണുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ കണക്കിൽ നമ്മൾ ചെയ്തതുകൊണ്ട് ഇപ്പൊ എക്സാമിൽ നിങ്ങളോട് ഇതാ ചെയ്യാൻ നിങ്ങൾ ആദ്യം ഈ ആംഗിൾസ് പ്രൂവ് ചെയ്യണം ഈക്വൽ ആണെന്ന്. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ആംഗിൾസ് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്, ഇതിന്റെ ബി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ എഴുതിയാൽ മതി. ഇത് തന്നെ എടുത്ത് എഴുതണം കേട്ടോ. ഇതിപ്പോ ഈ ക്വസ്റ്റ്യനിലായതുകൊണ്ട് ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വരണമെങ്കിൽ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് കൺസിഡർ ചെയ്ത് ഇത് പ്രൂവ് ചെയ്യണം. പക്ഷെ ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഓരോ ചോദ്യമാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസ് കിട്ടി കഴിഞ്ഞു. അപ്പൊ അടുത്ത് നമ്മൾ എന്ത് എഴുതുന്നല്ലോ? ഈ തുല്യ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എഴുതണം. എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? പി സി. എ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ട്രയാംഗിളിൽ പി സി ആണ്, ചെറുതിലെ ബി ഡി പി ഇതാണ് അല്ലെ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് പി ബി അല്ലെ. കിട്ടിയില്ലേ? ഇനി ഈസ് ഈക്വൽ ടു, ഇനി വൈ എന്ന് പറയുന്ന ആംഗിൾ ഇതില് സി അല്ലെ. സിക്ക് വലിയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? ഇവിടെ വരുന്നത് പി എ ബൈ
വൈ ഇവിടെയാണ് എടുക്കണം. വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഡി ബി പി അല്ലെ. അപ്പൊ ഏതാ വരുന്നത്? പി ഡി. കോമൺ സൈഡിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇത് ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എഴുതണം. സൈഡ് സീക്വൽ തുല്യ കോൺ, ഈ രണ്ട് കോണുകൾ മാത്രം മതി കേട്ടോ. ഈ രണ്ട് കോണിനെതിരെയുള്ള ഈ വശങ്ങൾ തുല്യമാക്കി കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് ചെയ്യാം. എന്താണ് ചെയ്യാമോ? പി എ ഇൻറ്റു പി ബി is equal to പി സി ഇൻറ്റു പി ഡി. കിട്ടിയില്ലേ? അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ. പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി. കിട്ടിയോ? ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. ആദ്യം പി സി ഇൻറ്റു പി ഡി ചെയ്യാം, പി എ ഇൻറ്റു പി ബി ചെയ്യാം. പക്ഷെ നമ്മൾ ചോദ്യത്തിനനുസരിച്ച് ഇതൊക്കെ പി സി ഇൻറ്റു പി ഡി ഇതന്നെയല്ലേ, അത് ഈ സൈഡിലേക്കാവും. പി എ ഇൻറ്റു പി ബി നമ്മൾ ഈ സൈഡിലേക്ക്. അപ്പൊ ചോദ്യം എങ്ങനെ തന്നേക്കണമെന്ന് നോക്കി അതുപോലെ എഴുതിയാൽ നമുക്ക് ശരി. അല്ലെങ്കിൽ പിന്നെ അതൊന്നുകൂടി നമ്മൾ തിരിച്ചെഴുതണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോറി ആ പടം തന്നെയാണ് കേട്ടോ. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പ്രൂവ് ദാറ്റ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി. പ്രൂവ് ദാറ്റ് ഇഫ് പി ബി ഇസ് ഈക്വൽ ടു പി ഡി, ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ചോദ്യം എഴുതല്ലാരും. പി ബി ഇസ് ഈക്വൽ ടു പി ഡി, then എ ബി സി ഡി is an isosceles trapezium. പി ബി പി ഡി ആണെങ്കിൽ എ ബി സി ഡി എന്ന ചതുർഭുജം സമപാർശ്വ ലംബകമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സമപാർശ്വ ലംബകം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം. സമപാർശ്വ ലംബകത്തിന്റെ പ്രത്യേകത എന്താ? രണ്ട് വശങ്ങള് തുല്യമാവണം അല്ലെ. അപ്പോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് വശം തുല്യമാണ് എന്ന് അല്ലെ. ഏതൊക്കെ രണ്ട് വശങ്ങളാണ് തന്നിരിക്കുന്നത്? പി ബിയും പി ഡിയും തുല്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഇവിടെ തന്നിട്ടുണ്ട്, മാറ്റട്ടെ എഴുതാൻ. നമ്മളിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് പ്രൂവ് ചെയ്തു. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ കുറെ ഒരു കണക്കാണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ ആംഗിൾസ് തെളിയിക്കാൻ പറഞ്ഞു. ആംഗിൾസ് തെളിയിച്ചു കഴിഞ്ഞപ്പോ ഈക്വൽ ആക്കിയപ്പോ അതിന്റെ സൈഡ്സ് പ്രപ്പോർഷൻ ആക്കി എഴുതി നമ്മൾ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഈ ഇക്വേഷൻ തന്നെ നമ്മൾ എടുത്തെഴുതാം. പി എ ഇൻറ്റു പി ബി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതിലെ സി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി നമുക്ക് അഡീഷണൽ തന്നിട്ടുണ്ട്. പി ബിയും പി ഡിയും ഈക്വൽ ആണ് എന്ന്. പി ബിയും പി ഡിയും ഈക്വൽ ആണ് എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? Therefore എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് an isosceles trapezium ആണ് എന്ന്. ഇത് ഐസോസെലസ് ട്രപീസിയം ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി ആണെങ്കിൽ പി ബി ഇസ് ഈക്വൽ ടു പി ഡി തന്നിട്ടുണ്ട്. അങ്ങനെ ഇറ്റ് ഈസ് ഗിവൺ എന്താട്ടോ? ഗിവൺ. Therefore എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? നമുക്ക് എഴുതാം. ഇതും ഇതും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് പറയാണ് ഇത് 5 ഇൻറ്റു 2 ആണ്. ഇവിടെ നമ്മളോട് പറയാണ് ഇത് 5 ഇൻറ്റു 2 ആണ്. അതിന് ഇതും ഇതും ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആവില്ലേ? അപ്പോ നമുക്ക് എന്താ വേണ്ടത്? വെറുതെ ഒരു നമ്പർ എഴുതിയതാണ് കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനായിട്ട്. പറഞ്ഞോ. അപ്പൊ പി ബിയും പി ഡിയും ഈക്വൽ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. Therefore പി എ ഇസ് ഈക്വൽ ടു, പിന്നെ ഏതാണുള്ളത്? പി എയും പി സിയും തുല്യമാണ്. അവിടെ കാരണം എഴുതണ്ട, കാരണം ഇതാണ് കാരണം. പി എയും പി ബിയും പി ഡിയും തുല്യമാണ്. പി ബി ആൻഡ് പി എ തുല്യമാണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ തന്നിട്ടുണ്ടെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു പി സി ആണ്. എവിടെയാ പി എ വന്നത് നോക്കിയേ? പി എയും പി സിയും ഈക്വൽ ആണ്. കിട്ടിയോ? ഇപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ വന്നിട്ടുള്ളൂ കേട്ടോ. ഈ ട്രയാങ്കിൾ ഇപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ ആയി. പക്ഷെ ട്രയാങ്കിൾ അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ബി സി ഡി ആണ്. ഇതാണ് ഐസോസെലസ് ട്രപീസിയം എന്ന് പറയുന്നത്. അപ്പൊ എ ബിയും സി ഡിയും തുല്യമാണെന്ന് നമ്മൾ ആക്കണം. ഇപ്പൊ നമുക്ക് എന്തുവരെയായി? പി എയും പി സിയും തുല്യമാണെന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഐസോസ്, ഈ രണ്ട് വശങ്ങൾ തുല്യമായി. ഇത് രണ്ടും തുല്യമായാൽ പി എ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എവിടെയാ? പി എ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? അതിന് എ ബി പ്ലസ് പി ബി എഴുതിക്കൂടെ?
എ ബിയും പി ബിയും കൂടി കൂട്ടുന്നതല്ലേ പി അല്ലെ ഇസിക്കൽ ടു. ഇനി പി സി ഇതുപോലെ തന്നെയാണ് നമുക്ക് എഴുതാം പി ഡി പ്ലസ് സി ഡി അല്ലെ. ഇവിടെ നമുക്ക് എന്താ വരുന്നത് സി ഡിയും പി ഡിയും തുല്യമാണ്. സി ഡി പ്ലസ് പി ഡി. അപ്പോ എ പി എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യാണ്? ഈ ഒരു കഷ്ണവും ഇതും ബി പിയും അല്ലെ. എ ബിയും ബി പിയും. അതേപോലെ തന്നെ പി സി എന്ന് പറഞ്ഞാലും സി ഡിയും പി ഡി. അതില് ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ ഇത് രണ്ടും തുല്യമായില്ലേ? ഏത് രണ്ടും തുല്യാന്ന് പറയുന്നത് പി ബി പ്ലസ് പി ബി ഇസ് ഈക്വൽ ടു ഈ പി ബിയും പി ഡിയും ഈക്വൽ ആണ്. പി ബിയും പി ഡിയും ഈക്വൽ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം therefore എ ബി ഇസ് ഈക്വൽ ടു സി ഡി. എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് എഴുതാം. therefore it's an isosceles trapezium. ഏത് എ ബി സി ഡി അല്ലെ. quadrilateral എ ബി സി ഡി is an isosceles trapezium എന്ന് എഴുതാം. കിട്ടിയോ? ആ മൂന്നെണ്ണം കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ട്രയാങ്കിളില് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു സർക്കിള്. സർക്കിളിലെ രണ്ട് കോഡ്സിനെ നീട്ടി നമ്മൾ പുറത്തേക്ക് നീട്ടിയേക്കാണ് അല്ലെ. ഈ പുറത്തേക്ക് നീട്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കണം ഇതിനെങ്ങനെ ഇങ്ങോട്ട് നീട്ടിയപ്പോ നമുക്ക് ഇക്വേഷൻ സെയിം തന്നെ കേട്ടോ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അത് ഉള്ളിൽ കൂട്ടിമുട്ടിയാലും രണ്ട് കോഡ്സ് ഉള്ളിൽ കൂട്ടിമുട്ടിയാലും രണ്ട് കോഡ്സ് പുറത്ത് കൊണ്ടുപോയി കൂട്ടിമുട്ടിയാലും നമുക്ക് അതാണ് ഉത്തരം. അപ്പൊ നമ്മളിവിടെ ചെയ്തത് ഇതിന് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആണ്. ബാക്കി എപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ അല്ലേ ഡിസ്റ്റന്റ് ഇന്റീരിയർ ആംഗിൾ. അതുപോലെ തന്നെ നമ്മൾ ഇവിടത്തെ എക്സ്റ്റീരിയർ ആംഗിൾ വൈ കൊടുക്കുകയാണെങ്കിൽ ഇതും വൈ ആണ്. പിന്നെ ആംഗിൾ പി ഈക്വൽ ആക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു ഈ ആംഗിൾസ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ ആംഗിൾസും നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ട് ട്രയാങ്കിളിൽ മൂന്ന് ആംഗിൾസ് നമ്മൾ ഈക്വൽ ആക്കി. അത് കഴിഞ്ഞ് ആംഗിൾസ് ഈക്വൽ ആക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് ഇത് പ്രൂവ് ചെയ്യാനാണ്. പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി. രണ്ട് ട്രയാങ്കിൾസിൽ മൂന്ന് ആംഗിൾസ് വെച്ച് നമ്മൾ ഈക്വൽ ആക്കിയാൽ നമുക്ക് അതിനെതിരെയുള്ള വശങ്ങൾ നമുക്ക് ഈക്വൽ ആക്കി എഴുതാൻ പറ്റും അല്ലെ. അങ്ങനെ നമ്മൾ വശങ്ങൾ ഈക്വൽ ആക്കി എഴുതി അതിന്റെ സൈഡ്സ് ആദ്യം പ്രപ്പോർഷൻ ആക്കി. പ്രപ്പോർഷൻ ആയതിനു ശേഷമാണ് അതിനെ ഈക്വലൈസ് ചെയ്തത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അതിനെ ഈക്വലൈസ് ചെയ്തു. അപ്പൊ നമുക്ക് ഫോർമുല ഇത് തന്നെ കിട്ടി. തെളിയിച്ചു കഴിഞ്ഞു. മൂന്നാമത് അതിന്റെ കണ്ടിന്യൂഷൻ പറയാണ് ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് പി ഡിയും പി ബിയും ഈക്വൽ ആണെന്ന് തന്നു. ഈ ഇക്വേഷനില് പി ബിയും പി ഡിയും ഈക്വൽ ആണെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രപ്പീസിയം ആണെന്ന് കൂടി. ഇത് ഐസോസെലസ് ട്രപ്പീസിയം ആവണമെങ്കിൽ ഈ വശവും തുല്യമാക്കണം നമ്മള്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ വശം ഫുൾ എടുത്തു അല്ലെ. ഈ പി സിയും പി എയും ഈക്വൽ ആക്കിയാൽ അത് രണ്ടും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ വശം പി ഡിയും ബി പിയും ഈക്വൽ ആണെങ്കിൽ പി ബിയും പി ഡിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നല്ലേ പി സിയിൽ നിന്ന് ബാക്കി ഈ ഒരു കഷ്ണം പോയാൽ ബാക്കിയുള്ളതാണ് സി ഡി. അതുപോലെ തന്നെ എ പിയിൽ നിന്ന് ഈ പി ബി പോയാൽ ബാക്കിയുള്ളതാണ് എ ബി. അപ്പൊ ഇതും തുല്യമാണെങ്കിൽ ഇതും തുല്യം ആയി. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു എ ബി ഈക്വൽ ടു സി ഡി. കിട്ടിയില്ലേ? അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നമുക്ക് ഒരു പടം വരെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.